ഇന്നത്തെ ഈ പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് അത് കുറച്ചുകൂടി വിശദമായി പറഞ്ഞാൽ, ഇന്ന് ഭാരതത്തിൻ്റെ അതിർത്തികളിൽ നടക്കുന്നതായ സാഹചര്യവും ആ സാഹചര്യങ്ങളെ രാഷ്ട്രാനുകൂലമായി രാഷ്ട്രത്തിൻ്റെ സുരക്ഷയ്ക്ക് ഉതകുന്ന തരത്തിൽ പരിവർത്തനം ചെയ്തതിന് വേണ്ടി നടക്കുന്നതായ പ്രയത്നങ്ങളും എന്ന് കുറച്ചുകൂടി വിശദമാക്കി പറയാം. അത്തരമൊരു പ്രയത്നത്തിൻ്റെ സംഘടനാപരമായ പേരിനെയാണ് ഇവിടെ സാങ്കേതികമായി സീമാ ജാഗരൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ പ്രവർത്തനവും ഭാരതീയ വിചാര കേന്ദ്രം ഏതുപോലാണോ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ആശയത്തിൽ നിന്ന് പ്രേരണ ലഭിച്ചിട്ടുള്ള സാമൂഹ്യ ബോധമുള്ള പ്രവർത്തകൻ, സമൂഹത്തെ ദേശീയ വിഷയങ്ങളിൽ ബോധവൽക്കരിക്കാനായി പ്രവർത്തിക്കുന്നത്, അതുപോലെ രാഷ്ട്രം മുഴുവൻ സീമാ ജാഗരൺ എന്ന പേരിൽ നടക്കുന്നതായ വിവിധ തലക്കെട്ടിലുള്ള പ്രവർത്തനങ്ങൾ, അതെല്ലാം തന്നെ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ദേശഭക്തി നിർഭരമായ പ്രേരണയിൽ നിന്ന് സാമാജിക പ്രവർത്തനം ഏറ്റെടുത്തിട്ടുള്ള പ്രവർത്തകന്മാരാൽ ആരംഭിക്കപ്പെട്ടിട്ടുള്ള പ്രവർത്തനം. ആ ഒരു പ്രവർത്തനത്തിൻ്റെ സംസ്ഥാന തലത്തിലുള്ള വിവിധ സംഘടനകളെ സംയോജിപ്പിക്കുന്ന ഒരു ചുമതലയായിരുന്നു കഴിഞ്ഞ 13 കൊല്ലം ഞാൻ നിർവഹിച്ചിരുന്നത്. ഇവ 2 കൊല്ലമായി അങ്ങനെ സംയോജിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന 3-4 പ്രവർത്തകന്മാരെ സംയോജിപ്പിക്കുന്ന ഒരു പ്രവർത്തനം, സംരക്ഷക് എന്നുള്ള ഒരു പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രബന്ധം അവതരണം എന്നൊരു വാക്ക് പറഞ്ഞു. ലിഖിതമായ രൂപത്തിൽ ഒരു വിഷയത്തെ പ്രബന്ധമായി അവതരിപ്പിക്കുന്നതായിരിക്കാം സാധാരണ ഈ സമ്മേളനങ്ങളിൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഒരു പ്രബന്ധമായി ലിഖിതമായി അവതരിപ്പിക്കുന്നതിന് പകരം അനവധി കാലത്തെ ഈ മേഖലയിലെ പ്രവർത്തനത്തിൻ്റെ അറിവുകളുടെ അടിസ്ഥാനത്തിൽ ആ അറിവുകളെ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ, ഈ ശീതീകരിച്ച മുറിയിൽ പുസ്തകങ്ങൾ മാത്രം വായിച്ച് ഭൂമിയിലുള്ള യഥാർത്ഥങ്ങൾ അറിയാതെ അഭിപ്രായങ്ങൾ പറയുന്ന പല ചാനൽ ചർച്ചക്കാരെ പറ്റി പറയാം. പക്ഷേ സീമാ ജാഗരൺ മഞ്ചിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അങ്ങനെയുള്ള പുസ്തക പരിജ്ഞാനത്തിനപ്പുറത്ത് ഈ ഭാരതത്തിലെ നമ്മുടെ കരയതിർത്തി വരുന്നതായ പ്രദേശം 15,601 കിലോമീറ്റർ, അതുപോലെ തന്നെ നമ്മളെ സമുദ്ര അതിർത്തി, അതിൽ ദ്വീപുകൾ കൂടി ചേർത്താൽ 7,000-ലധികം വരുമെങ്കിലും അന്തമാനും ലക്ഷദ്വീപും ഒക്കെ ഒഴിവാക്കി കരപ്രദേശമായിട്ടുള്ള ഭാരതത്തിൻ്റെ അതിർത്തിയിലുള്ള 6,000 കിലോമീറ്ററുകളോളം വരുന്ന പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും എല്ലാ അതിർത്തികളിലും സംഘടനാ പ്രവർത്തനമുള്ള സ്ഥലത്ത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായും അതിന്ന് തുടങ്ങാൻ കഴിയാത്ത സ്ഥലത്ത് അത് തുടങ്ങുവാനുള്ള ആഗ്രഹത്തോടുകൂടി ജനങ്ങളെ സമ്പർക്കം ചെയ്യാനും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായി. അപ്പോൾ സീമാ ജാഗരൺ മഞ്ച് എന്നുള്ള ഈ പ്രവർത്തനം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സംഘത്തിൽ നിന്ന് രാഷ്ട്രഭക്തിയിൽ പ്രചോദിതരായ രാജസ്ഥാനിലെ ജോധ്പൂർ പ്രദേശത്തെ പ്രവർത്തകരാണ് ആദ്യം ആരംഭിച്ചത്. 84 സീമാ ജനകല്യാണ സമിതി എന്നൊരു പ്രവർത്തനം രാജസ്ഥാനിൽ ആരംഭിച്ചത്. പ്രത്യേകിച്ച് അതിൻ്റേതായ ഒരു സാഹചര്യം, ഭാരതം വിഭജിതമായതിനു ശേഷം അന്ന് പാകിസ്ഥാനും ഭാരതവും തമ്മിലുള്ള അതിർത്തി വേലികെട്ടി തിരിച്ചിരുന്നില്ല. അപ്പോൾ അതിർത്തിയില്ലാത്ത ആ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഫെൻസിങ് ഇല്ലാത്ത ആ പ്രദേശത്ത് പാകിസ്ഥാനിൽ നിന്നും ഗുണ്ടാ സംഘങ്ങളെപ്പോലെ രാത്രിയിൽ നമ്മുടെ ഗ്രാമങ്ങൾ കൊള്ള ചെയ്യുവാനുള്ള ആൾക്കാർ വന്നിരുന്നു. പശുധനവും
സമ്പത്തും ഒക്കെ കൊള്ള ചെയ്തിരുന്ന പല സംഭവങ്ങളും ഉണ്ടായപ്പോഴാണ് ഈ നാടിനോട് സ്നേഹമുള്ള, നാടിൻ്റെ സുരക്ഷയെപ്പറ്റി സദാ ജാഗ്രതരായിട്ടുള്ള സംഘത്തിൻ്റെ സ്വയംസേവകന്മാർ ഒത്തുചേർന്ന് ഈ ഫെൻസിങ് വേണം എന്നുള്ള വിഷയത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കാനും സർക്കാർ ഏജൻസികൾക്ക് മെമ്മറാണ്ടം കൊടുക്കാനും ഒക്കെ തന്നെ ഈ സീമാ ജനകല്യാണ സമിതി എന്നൊരു പ്രവർത്തനം രാജസ്ഥാനിൽ ആരംഭിച്ചത്. പിന്നീട് അത് രജിസ്റ്റർ ചെയ്തു സീമാ ജനകല്യാണ സമിതി. ഗുജറാത്തിൽ അതിൻ്റെ പേര് സീമാ ജനകല്യാണ സമിതിയാണ്. പഞ്ചാബിൽ അതിൻ്റെ പേര് സർഹദി ലോകസേവാ സമിതിയാണ്. പഞ്ചാബി ഭാഷയിൽ സർഹദ് എന്നാണ് അതിർത്തിക്ക് പറയുന്നത്. ജമ്മു കാശ്മീരിൽ അതിൻ്റെ പേര് സീമാ ജനകല്യാണ സമിതി എന്നാണ്. നോർത്ത് ഈസ്റ്റിൽ മുഴുവൻ അതിൻ്റെ പേര് സീമാന്ത ചേതന മഞ്ച് എന്നാണ്. ഭാരതത്തിൻ്റെ നേപ്പാൾ ചേർന്ന് കിടക്കുന്നതായ ബീഹാർ പ്രദേശത്ത് അതിൻ്റെ പേര് സീമാ ജാഗരൺ മഞ്ച് എന്ന് തന്നെയാണ്. ഇങ്ങനെ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത്. കടലതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ കടലതിർത്തിയിലെ എല്ലാ സംസ്ഥാനങ്ങളും വിവിധ ഭാഷകളാണ്. അതുകൊണ്ട് കടലോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങളെ സംഘടിപ്പിക്കാനും ദേശീയധാരയിൽ അവരെ ചേർത്ത് നിർത്താനും രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങളെ നിരുത്സാഹപ്പെടുത്താനും ആ കടലോര മേഖലയിൽ താമസിക്കുന്നതായ ജനസമുദായങ്ങളുടെ പ്രത്യേകതകളെ കണക്കിലെടുത്ത് അവരുടെ ഭൗതികവും സാമ്പത്തികവുമായ പുരോഗതിക്ക് വേണ്ടിയൊക്കെ തന്നെ പ്രവർത്തിക്കുന്ന സംഘടനകൾ. കേരളത്തിലത് അഖില ഭാരതീയ മത്സ്യപ്രവർത്തക സംഘം ആണ്. അഖില ഭാരതീയ മീനവർ പേരവേ എന്നാണ് തമിഴ്നാടിൻ്റെ പകുതി. സമുദ്രഭാരതി എന്നാണ് തമിഴ്നാടിൻ്റെ വടക്കൻ ഭാഗത്ത്. അത് ആന്ധ്രയിൽ മത്സ്യകാർ സംക്ഷേപ സമിതി എന്നാണ്. ഒറീസയിൽ സാഗരഭാരതി എന്നാണ്. ബംഗാളിൽ അത് സീമാ ജാഗരൺ മഞ്ച്, സീമാന്ത ചേതന മഞ്ച് എന്ന് തന്നെയാണ്. കർണാടകത്തിൽ അത് കരാവലി കല്യാണ പരിഷത്ത് എന്നാണ്. മഹാരാഷ്ട്രയിലത് സീമാ സുരക്ഷാ മഞ്ച് എന്നാണ്. ഇങ്ങനെ ഭാരതത്തിൻ്റെ കടലതിർത്തിയും കരയതിർത്തിയും വരുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കരയതിർത്തിയിൽ 0 പോയിന്റിൽ നിന്ന് ഒരു 10 കിലോമീറ്ററിന് ഉള്ളിൽ വരുന്നതായ ഗ്രാമങ്ങൾ. രാജസ്ഥാൻ പോലുള്ള സ്ഥലത്ത് കുറച്ചധികം ദൂരെയാണ് ഗ്രാമങ്ങൾ എന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ 15 കിലോമീറ്റർ വരേക്കും 0 പോയിന്റിൽ നിന്ന് ദൂരെയായിട്ടും, കടലതിർത്തിയെ സംബന്ധിച്ച് ഏകദേശം ഈ വേലിയേറ്റം അവസാനിക്കുന്ന കടലിൻ്റെ നമ്മൾ കാണുന്ന പ്രദേശത്ത് നിന്ന് ഒരു 2-3 കിലോമീറ്ററിനുള്ളിലുള്ള ജനസമൂഹത്തിനിടയിലുമാണ് ഭാരതത്തിൽ ഈ സീമാ ജാഗരൺ മഞ്ച് എന്നുള്ള പേരിൽ പ്രവർത്തനം നടക്കുന്നത്. ഇത്തരമൊരു പ്രവർത്തനത്തിൻ്റെ ആവശ്യകത എന്താണ് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഭാരതം എന്ന രാഷ്ട്രം ലോകത്തിലെ വളരെ അത്ഭുതമേറിയ ഒരു രാഷ്ട്രമാണ്. ഏതെങ്കിലും ഒരു ഭരണാധികാരിയുടെ ശാസനം കൊണ്ട് നാട്ടിലെ ജനങ്ങളെല്ലാം ഒന്നു ചേർന്ന് ഞങ്ങളൊരു രാഷ്ട്രമാണ് എന്ന് പ്രഖ്യാപിച്ചതല്ല. നേരെ മറിച്ച് പ്രകൃതി തന്നെ നിശ്ചയിച്ച അതിർത്തിക്കുള്ളിൽ വളരെ കാലം ഒരേ സംസ്കാരത്തോടുകൂടി ജീവിച്ചൊരു ജനത സ്വയമേവ ഒരു രാഷ്ട്രമായി രൂപപ്പെട്ട ഒരു ചരിത്രമാണ് ഭാരതത്തിൻ്റേത്. ഉത്തരം യ സമുദ്രസ്യ ഹിമാദ്രേ ചൈവ ദക്ഷിണം വർഷം തത് ഭാരതം നാമ ഭാരതീ എത്ര സന്തതി എന്ന് പ്രസിദ്ധമായിട്ടുള്ള നിർവചനം നമ്മളെ ഭാരതീയരെ പറ്റിയിട്ടുണ്ട്, ഭാരത രാഷ്ട്രത്തെ പറ്റി. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദൈവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രതിഷ്ഠ്യതേ എന്നൊക്കെയുള്ള നിർവചനങ്ങൾ 1600-ൽ ചുക്കുംകുരുമുളകും കച്ചവടം ചെയ്യാൻ ഇംഗ്ലീഷുകാരൻ വന്ന കാലത്തുണ്ടായതല്ല. അതിൻ്റെ എത്രയോ മുൻപ് ഈ അഖണ്ഡമായ ഭാരതം എന്നുള്ള ഒരു സങ്കല്പം നമുക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഭരണപരമായി പല 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 രാജാക്കന്മാരുടെയും പ്രദേശങ്ങളായി തിരിഞ്ഞെങ്കിലും ഒരഖണ്ഡത, ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ വിഷയം വേറെ ആയതുകൊണ്ട് അതിനെ കടക്കുന്നില്ല, അഖണ്ഡതയുടെ ഉദാഹരണം. പക്ഷേ ഇംഗ്ലീഷുകാരുടെ ഭരണം വന്ന് 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞിട്ട് 47 അവർ പോകുന്നവരേക്കുള്ള കാലഘട്ടത്തിനിടയിൽ 1876 അഫ്ഗാനിസ്ഥാൻ എന്ന് തുടങ്ങി നേപ്പാൾ വേറെ, ഭൂട്ടാൻ വേറെ, മ്യാൻമാർ വേറെ, ശ്രീലങ്ക വേറെ എന്നൊക്കെ തന്നെ അവർ 47 മുമ്പ് തന്നെ പ്രത്യേക സ്വതന്ത്ര പ്രദേശങ്ങളായിട്ട് ഓരോ പ്രദേശങ്ങളെ വിഭജിച്ചു. 47 പാകിസ്ഥാനും പിന്നീട് 71 രണ്ടായി ബംഗ്ലാദേശും പാകിസ്ഥാനുമായിട്ടും
നമ്മുടെ നാട് വിഭജിതമായി. ഞാൻ ഇത് സൂചിപ്പിക്കാൻ കാരണം, ഇന്നത്തെ നമ്മുടെ അതിർത്തികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയൽപ്പക്കക്കാർ എന്ന് പറയുന്നവരെല്ലാവരും ബ്രിട്ടീഷുകാർ ഭാരതത്തിൽ വരുമ്പോൾ ഭാരതത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, മ്യാൻമാർ, നേപ്പാൾ, അതുപോലെ തന്നെ ശ്രീലങ്ക, ഇതെല്ലാം തന്നെ സമ്പൂർണമായ ഒരു വിശാല ഭാരതത്തിൻ്റെ ഭാഗമായി. ആ ഒരു ബോധം നമുക്ക് ഉണ്ടായിരുന്നു, നിലനിന്നിരുന്നു. ഓരോ തീർത്ഥയാത്രകളും ജനജീവിതത്തിൻ്റെ ബന്ധങ്ങളൊക്കെ നോക്കിയാൽ നമുക്കതിൻ്റെ ചരിത്രം വളരെ വിസ്തൃതമായി മനസ്സിലാകും. അതുകൊണ്ട് തന്നെ വിഭജനം കഴിഞ്ഞതിന് ശേഷം 47 അതിനു മുൻപേ ഇംഗ്ലീഷുകാർ അഫ്ഗാനിസ്ഥാൻ വേറെ, നേപ്പാൾ വേറെ, ഭൂട്ടാൻ വേറെ എന്നൊക്കെ ആക്കിയതിന് ശേഷവും ഈ അതിർത്തിയിലെ ജനങ്ങളുടെ ശാരീരിക ഭാവവും ഭാഷയും വസ്ത്രധാരണവും ഭക്ഷണ രീതിയും ഒക്കെ ഒരേപോലെയാണ്. ഇപ്പം മ്യാൻമാറിലെ നമ്മളെ അതിർത്തിയിൽ നിൽക്കുന്നതായ പ്രദേശത്തെയും തൊട്ടപ്പുറത്ത് മ്യാൻമാറിലെയും ജനങ്ങൾ, ട്രൈബൽ കമ്മ്യൂണിറ്റി ഒരേ കമ്മ്യൂണിറ്റിയാണ്. ഭൂട്ടാനിലെ ഒരേപോലെയാണ്. ടിബറ്റ് എന്നിന്ന് ചൈനയുടെ ഭാഗമായിട്ടുള്ള ഈ മലമ്പ്രദേശത്തെ ജനങ്ങളുടെ ശാരീരിക ഘടനയും നമ്മുടെ ഭാരതത്തിൻ്റെ ഭാഗത്തെ ജനങ്ങളുടെ ശാരീരിക ഘടനയും ഒന്നാണ്. ശ്രീലങ്കയിലെ സിംഹളന്മാരും നമ്മുടെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെയും ശാരീരിക പ്രകൃതവും നിറവും ഒക്കെ തന്നെ ഒന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനായി മാറിയ, ബംഗ്ലാദേശായി മാറിയ പ്രദേശത്തെയും ബംഗാളിയെയും ഇന്നത്തെ ബംഗ്ലാദേശുകാരനെയും മനസ്സിലാക്കാൻ എളുപ്പമല്ല. അപ്പൊ നമ്മുടെ വിഭജനാനന്തരം അപ്പുറത്തുള്ള വ്യക്തിയെ മനസ്സിലാക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള ഒരു സാമ്യം ഭാഷയിലും ശരീരത്തിലും വസ്ത്രത്തിലും ഭക്ഷണത്തിലും ഒക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കരുതിക്കൂട്ടി നമ്മളെ നാട്ടിലേക്ക് നടന്നതായ നുഴഞ്ഞുകയറ്റങ്ങൾ അത് വളരെ എളുപ്പത്തിൽ നടത്താനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 84 മുതൽ ഫെൻസിങ്ങിന് വേണ്ടിയുള്ള പ്രക്ഷോഭം ആരംഭിച്ചത്. തീർച്ചയായിട്ടും ഭാരത സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള കാൽവെപ്പുകൾ നടത്തി. ഇന്ന് പാകിസ്ഥാൻ ബോർഡറുകളിൽ, പാകിസ്ഥാന്റെ 3323 കിലോമീറ്റർ വരുന്നതായ ബോർഡറുകൾ, അതിൽ ബഹുഭൂരിപക്ഷവും ഫെൻസ്ഡാണ്. ബംഗ്ലാദേശിൻ്റേത് അതിനേക്കാൾ കൂടുതലാണ്, 4000 ശിഷ്ടം കിലോമീറ്ററുകളുണ്ട്. പക്ഷേ ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ നദികൾ വന്ന് സമുദ്രത്തോട് ചേരുന്ന പ്രദേശങ്ങളിൽ, 24 പർഗാനയും അനവധി പ്രദേശങ്ങളിൽ അങ്ങനെയുണ്ട്. അവിടെയൊക്കെ ഫെൻസിങ് സാധ്യമല്ലാത്തവണ്ണം നദി സമുദ്രത്തോട് ചേരുന്ന പ്രദേശം. അതുകൊണ്ട് നുഴഞ്ഞുകയറ്റങ്ങൾക്ക് തുറന്നു കിടക്കുന്നതായ അനവധി പ്രദേശങ്ങൾ ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം. നേപ്പാൾ, ഭൂട്ടാൻ, മ്യാൻമാർ മുതലായതൊക്കെ തന്നെ നമ്മളെ സൗഹൃദ രാജ്യങ്ങളായി കണക്കാക്കുന്നത് കൊണ്ട് അവിടെയൊന്നും ഫെൻസിങ് ഇല്ല. അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ ചെറിയ പഴുതുകളെയൊക്കെ തട്ടിമാറ്റിയിട്ട് നിർബാധം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള അനവധി വഴികളും ഭൂട്ടാനിലും മ്യാൻമറിലും ഒക്കെ തന്നെ അതിർത്തിയിലെ ഗോത്ര വിഭാഗങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന് പ്രത്യേക 16 കിലോമീറ്റർ വരേക്കും സഞ്ചരിക്കുന്നതിന് പ്രത്യേക പ്രമാണപത്രങ്ങളൊന്നും ആവശ്യമില്ല. അപ്പം ഇത്തരം അവസരങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾ വളരെയധികം ഈ പ്രദേശങ്ങളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഈ അതിർത്തികളുടെ ഒരു പ്രശ്നം. അപ്പൊ ഭാരതത്തിലേക്ക് നമ്മളെ ശത്രുവായി പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വിഭജനം വേണം, ഈ മതമായിട്ട് ഞങ്ങൾ ചേർന്ന് നിൽക്കാൻ സാധ്യമല്ല, ഭാരത രാഷ്ട്രവുമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞ് പിരിഞ്ഞുപോയ പാകിസ്ഥാൻ അനവധി തവണ പ്രത്യക്ഷമായി ഏറ്റുമുട്ടിയെങ്കിലും എല്ലാം പരാജയപ്പെട്ടിട്ട് നമ്മുടെ നാടിൻ്റെ അകത്ത് ആഭ്യന്തരമായ അസ്വസ്ഥതകൾ ഉണ്ടാക്കാനുള്ള പല പ്രവൃത്തികളും നടത്തുന്നതിൻ്റെയാണ് അവരുടെ നുഴഞ്ഞുകയറ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അതുകൊണ്ട് പാകിസ്ഥാൻ അതിർത്തിയിൽപ്പെട്ട നമ്മുടെ രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ശക്തിയായ ഫെൻസിങ്ങും അതേപോലെ തന്നെ ആ ഫെൻസിങ്ങിൻ്റെ ഇപ്പുറത്തുള്ള ജനങ്ങൾ വളരെ ജാഗ്രതയുള്ളവരുമായതുകൊണ്ട് ഈ നുഴഞ്ഞുകയറ്റം ആ പ്രദേശങ്ങളിൽ വളരെ ഇല്ല എന്ന് തന്നെ പറയാം. എന്നാൽ പഞ്ചാബിൽ ഖാലിസ്ഥാൻ പ്രക്ഷോഭമൊക്കെ വളർന്നു വരികയും ഭാരതീയ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ശക്തികൾ ഈ മതബോധത്തിൻ്റെ, പ്രത്യേക മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ പല ശക്തികളുടെയും കയ്യിൽ ആയുധങ്ങളായി തീർന്നപ്പോൾ
അപ്പോൾ നമ്മളെല്ലാം അറിയുന്നത് പോലെ ഡ്രോൺ വഴി ആയുധങ്ങളും മയക്കുമരുന്നുകളൊക്കെ കടത്തുന്നതിൻ്റെ ഒരു വലിയ വാതായനമായിട്ട് ഈ പഞ്ചാബ് തീർന്നിട്ടുള്ള പ്രശ്നം അതിർത്തി സംസ്ഥാനത്തിലുണ്ട്. പക്ഷേ ഫെൻസിങ്ങും BSF ഒക്കെ വളരെ സുശക്തം തന്നെയാണ്. പക്ഷെ അതിനെയെല്ലാം അതിലംഘിച്ചുകൊണ്ട് കടന്നു വരാനുള്ള പല പഴുതുകളും പഞ്ചാബിലുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. തൊട്ടുകിടക്കുന്ന ജമ്മു കാശ്മീരിലെ 3-4 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിലെ അതിർത്തികളുടെ ഈ സുരക്ഷാ സംവിധാനം ആദ്യം മിലിറ്ററി ആണെങ്കിലും പിന്നീട് പാകിസ്ഥാൻ അതിർത്തിയിൽ മുഴുവൻ BSFും, ബംഗ്ലാദേശ് അതിർത്തിയിലും പാകിസ്ഥാൻ അതിർത്തിയിലും BSFും, നമ്മുടെ നേപ്പാൾ, ഭൂട്ടാൻ മുതലായ അതിർത്തികളിൽ SSBയും, അതുപോലെ മണിപ്പൂർ മുതലായ നമ്മുടെ മണിപ്പൂരിനോട് ചേർന്നിട്ട് ഈ മ്യാൻമാർ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഈ ആസാം റൈഫിൾസും, ഇങ്ങനെ വ്യത്യസ്ത ഫോഴ്സുകളാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അതിർത്തികളെ കാക്കുന്നത്. പക്ഷേ ജമ്മു കാശ്മീരിലെ 3-4 ജില്ലകൾ നേരിട്ട് മിലിറ്ററിയുടേതാണ്. അതിൻ്റെ ചരിത്രം നമുക്കറിയാം. ഇപ്പം പൂഞ്ചും രജോറിയും ഒക്കെ പെടുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ നിരന്തരമായ അസ്വസ്ഥതകളുടെ പ്രദേശങ്ങളായതുകൊണ്ട് അവിടെ എല്ലാ കാലത്തും സംഘർഷങ്ങൾ പതിവാണ്. പല വഴിയിൽ കൂടെയും നുഴഞ്ഞുകയറ്റം നടക്കുന്നു. കാരണം ഇപ്പുറത്തുള്ള ഭാരതീയരായവർ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെയും സുരക്ഷയേക്കാൾ കൂടുതൽ തങ്ങളുടെ മതബോധത്തിലാണ് ആകൃഷ്ടരായിരിക്കുന്നത്, വശ്യരായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് നടക്കുന്നതായ ആ ഭീകര പ്രവർത്തനങ്ങൾ ആ പ്രദേശത്താണ് ഏറ്റവും കൂടുതൽ. നേപ്പാളിലെ അതിർത്തി തുറന്നു കിടക്കുന്നതായതുകൊണ്ട് ചൈനയിൽ നിന്ന് ആയുധങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നുകളും മറ്റ് ഈ ഭാരതത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ദുർബലപ്പെടുത്തുന്നതായ പല വാണിജ്യങ്ങളും ഒക്കെ നിർബാധം നടക്കുന്നു. പ്രത്യേകിച്ച് മനുഷ്യക്കടത്ത്. നേപ്പാളിൽ നിന്നുള്ള സ്ത്രീകളെയും മറ്റും ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് കടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള വഴികൾ ഈ അതിർത്തിയിൽ വളരെ നിർബാധമായി നടക്കുന്നു. ഈ മണിപ്പൂരിലെ കുക്കി സംഘർഷങ്ങളൊക്കെ കേട്ടപ്പോൾ നമ്മൾ ആ പ്രദേശത്തെ ഓപ്പിയം കച്ചവടത്തെപ്പറ്റി അല്ലെങ്കിൽ അതിൻ്റെ കൃഷിയെപ്പറ്റി കേട്ടിട്ടുണ്ട്. അപ്പം ആ ഒരു അതിർത്തിയിൽ, മ്യാൻമാർ അതിർത്തിയിൽ അത്തരത്തിലുള്ള സ്വതന്ത്രമായ പ്രവൃത്തികൾ അനവധി കാലമായി നടത്തി വരുന്നതായ ജനവിഭാഗങ്ങളുണ്ട്. അവരെയൊക്കെ നിയന്ത്രിക്കാൻ പോകുമ്പോൾ സംഘർഷം ഉണ്ടാകുന്ന തരത്തിൽ അവർ സംഘടിതരും അവർക്ക് ചില മാഫിയ ശക്തികളും അവരുടെ കയ്യിലുണ്ട്. ആസാം അടങ്ങുന്നതായ നേരത്തെ പറഞ്ഞ നോർത്ത് ഈസ്റ്റേൺ പ്രദേശമാണ് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നതായ പ്രദേശം. അതിൽ നമുക്കെല്ലാം അറിയുന്നത് പോലെ ചിക്കഞ്ഞക് എന്ന് പറയുന്ന ഒരു 10-21 കിലോമീറ്റർ മാത്രം നീളം വരുന്നതായ ഒരു പ്രദേശം, അതാണ് ഭാരതത്തെയും നോർത്ത് ഈസ്റ്റിനെയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ചെറിയ ഇടനാഴി. ആ പ്രദേശം അതിർത്തി പങ്കിടുന്നതായ തൊട്ടയൽപക്ക രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, ബംഗ്ലാദേശുമായിട്ടും ഒക്കെയുള്ള തുറന്ന് കടന്നു വരാവുന്ന സാഹചര്യം, അത് വളരെ ഗുരുതരമായി നമ്മളെ നാടിനെ ബാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് ദേശഭക്തി നിർഭരമായൊരു പ്രവർത്തനം എന്നുള്ള നിലയിൽ അഖില ഭാരത വിദ്യാർത്ഥി പരിഷത്ത് ആ മേഖലയിൽ വലിയൊരു സർവേ നടത്തി അന്ന് അതിൻ്റെ വിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചു. അപ്പം ഇന്ന് ഭാരതത്തിൻ്റെ വടക്ക് കിഴക്കൻ പ്രദേശത്ത്, ആസാം പ്രദേശത്ത് പഴയ ബംഗ്ലാദേശിൽ നിന്ന് വെച്ചാൽ അന്ന് ബംഗാളിൻ്റെ ഭാഗമായിരുന്ന പ്രദേശത്ത് നിന്ന് പണ്ട് മുതലേ കുടിയേറ്റം ഉണ്ടായിരുന്നു. കാരണം അവരുടെ ജനസംഖ്യ കൂടുതലും പ്രകൃതിദത്തങ്ങളായ സൗകര്യങ്ങൾ കുറവും ഇപ്പുറത്ത് വളരെയധികം സൗകര്യങ്ങളുള്ളതുകൊണ്ട് 1921 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സർവേയിൽ തന്നെ അവർ പറയുന്നു, ഈ പോക്ക് തുടർന്നാൽ ശിവസാഗർ ജില്ലയൊഴിച്ച് ആസാമിലെ എല്ലാ ജില്ലയും അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ബംഗാളി ബഹുഭൂരിപക്ഷ പ്രദേശമാകും എന്ന്. അതിനർത്ഥം ബംഗാളി മുസ്ലിങ്ങൾ എന്നാണ്. അത് ഈ കഴിഞ്ഞ BJP ഗവൺമെന്റ് ഒക്കെ വന്ന് ശക്തമായ നടപടികളും നിലപാടുകളും എടുക്കുന്നത് വരേക്കും ഈ നിർബാധമായ പ്രവാഹം ആസാമിൽ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ആസാമിലെ വിദ്യാർത്ഥി പ്രക്ഷോഭമൊക്കെ ഉണ്ടായത്. പക്ഷേ അത് കേവലം പ്രക്ഷോഭമാകാതെ നിയമങ്ങളായും നിയന്ത്രണങ്ങളായും അതിനെ തടുക്കാനുള്ള വിധ്വംസക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞ കുറച്ചു കാലമായി BJP ഗവൺമെന്റ് ഒക്കെ വന്നതിന് ശേഷം, കേന്ദ്രത്തിൽ വന്നതിന് ശേഷം, നടന്നതിന് ശേഷം ഇപ്പം നമുക്കറിയാം ആസാമിലെ എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിനും ബോംബ് പൊട്ടലായി, എല്ലാ ജനുവരി 26-നും ബോംബാക്രമണങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് വളരെ ശാന്തമാണ്. ഹേമന്ത വിശ്വ ശർമ്മയെ പറ്റി ഇപ്പോൾ എല്ലാവരും പ്രകീർത്തിച്ച് പറയുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 18 വയസ്സിന് താഴെ കല്യാണം കഴിച്ച എല്ലാവരെയും പിടിച്ച് കേസെടുത്തു.
കുറച്ച് ഹിന്ദുക്കളുണ്ട് അതിൽ. ഇപ്പോഴിതാ 2ൽ കൂടുതൽ കല്യാണം കഴിച്ച പേരിലൊക്കെ കേസ് ശക്തമായി നടക്കുന്നു. ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ നിർഭയമായി ഈ രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങളുടെ പ്രജനന കേന്ദ്രങ്ങളായ മദ്രസകൾക്കൊക്കെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന് ഈ കടന്നുകയറ്റക്കാരെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു പ്രവൃത്തി നടന്നതുകൊണ്ട് ഇന്ന് ആസാമിൻ്റെ അനവധി ജില്ലകളും മുസ്ലിം ഭൂരിപക്ഷവും ഒക്കെ ഉണ്ടെങ്കിലും അത് പുറത്തു വരാൻ സാധിക്കാത്തതണ്ണം ഒരു പൊളിറ്റിക്കൽ ശക്തി അവിടെ രൂപപ്പെട്ടു വന്നതുകൊണ്ട് കൊക്രാജാറിലും മറ്റും ഉണ്ടായിരുന്ന ഈ വലിയ ഭീകരവാദ പ്രവർത്തനങ്ങളൊക്കെ തന്നെ വളരെയധികം നിയന്ത്രിച്ചതുകൊണ്ട് ബോഡോ ലാൻഡ് മുതലായിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ വളരെ നിയന്ത്രിക്കപ്പെട്ടതുകൊണ്ട് ആസാമിൻ്റെ അതിർത്തി പൊതുവെ സുരക്ഷിതമാണ്. പൊതുവെ എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു. ആസാമിൻ്റെ അതിർത്തിയുമായി ബന്ധപ്പെട്ട കരീംഗഞ്ച് മുതലായിട്ടുള്ള അനവധി ബംഗ്ലാദേശിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പശുക്കടത്തൊക്കെ നമുക്ക് കൺമുമ്പിൽ കാണാം. അവിടെ ദുബ്രിയിൽ ഒരു തവണ ഇദ്ദേഹം BSFൻ്റെ ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ഇത് മുറിച്ചിട്ട് ഫെൻസിങ് മുറിച്ചിട്ട് ഇപ്പുറത്തേക്ക് കടന്നു വരിക രാത്രി. ഇപ്പം വളരെ ആധുനികങ്ങളായ വിദ്യകളൊക്കെ തന്നെ ഈ കിടക്കുന്നവരെ പിടിക്കാനൊക്കെ ഉണ്ട്, ഈ സെൻസറുകളൊക്കെ. പിടിച്ചു കഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ തമാശക്ക് പങ്കുവെച്ചത്, ആ പിടിച്ച മുസ്ലിം പറയാണ് വീട്ടിൽ വലിയ പ്രാരബ്ധമാണ്, 10-12 മക്കളുണ്ട്. അപ്പം ഇദ്ദേഹം പറയാണ്, ഈ ദാരിദ്ര്യമുണ്ട് പിന്നെ 10-12 മക്കളുണ്ടാക്കണോ? അപ്പോൾ ഈ ബംഗ്ലാദേശിലെ വിസ്ഫോടനാത്മകമായ മുസ്ലിം ജനസംഖ്യ, അത് കാരണം, ദാരിദ്ര്യം കാരണം, പട്ടണങ്ങളിലൊക്കെ കുറെ പുരോഗതി വന്നിട്ടുണ്ടാകാം, പക്ഷേ ഈ പ്രദേശങ്ങളിൽ ഇങ്ങോട്ട് നുഴഞ്ഞുകയറ്റം നടക്കുന്നു. നോമാൻസ് ലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രദേശങ്ങളിൽ പള്ളികളും മസ്ജിദുകളും മദ്രസകളും ഒക്കെ ആയിട്ടുള്ള ഗുരുതരമായ സ്ഥിതി നമുക്ക് കാണാൻ ഇന്നും സാധിക്കും. കുറേ നിയന്ത്രിച്ചു എന്ന് പറയാൻ സാധിക്കും. അരുണാചൽ പ്രദേശ് നമ്മുടെ ചൈനയുമായി അതിർത്തി പങ്കിടുന്നതായ ടിബറ്റ് എന്ന് പറയുന്ന നമ്മുടെ പഴയ പ്രദേശവുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശം പൊതുവെ യാത്ര ചെയ്യാൻ വളരെ വിഷമമുള്ള പ്രദേശങ്ങളാണ്. മലകളും മഞ്ഞും അവിടെയുള്ള മിലിറ്ററിയുടെ നിയന്ത്രണമൊക്കെ കൊണ്ട് നുഴഞ്ഞുകയറ്റങ്ങളൊന്നും അവിടെ ഇല്ല. കുറച്ചൊക്കെ തന്നെ മിലിറ്ററി ഇങ്ങോട്ട് കയറി വരികയും നമ്മളെ പട്ടാളക്കാരെ അങ്ങോട്ട് ഓടിക്കുകയൊക്കെ ചെയ്യുന്നതായ ചില കലാപരിപാടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഡോക്ലാമിലൊക്കെ നമ്മൾ കണ്ടത്. പക്ഷേ അരുണാചൽ പ്രദേശിൽ നേരത്തെ ഇവിടെ അരവിന്ദാഷ് സാറ് നമ്മുടെ വിവേകാനന്ദ കേന്ദ്രത്തെ പറ്റി പറഞ്ഞ ആ സന്ദർഭത്തിൽ ഏകനാഥ്ജി കന്യാകുമാരിയിൽ വിവേകാനന്ദൻ്റെ പ്രതിമ മാത്രമല്ല വെച്ചത്, വിവേകാനന്ദ കേന്ദ്രം സ്ഥാപിക്കുകയും ജീവൻ വൃതികളെ നോർത്ത് ഈസ്റ്റിലേക്ക്, എസ്പെഷ്യലി അരുണാചലിലേക്ക് അയക്കുകയും അരുണജ്യോതി എന്ന് പറഞ്ഞ് അന്ന് ആരംഭിച്ചതായ മൂവ്മെൻറ്റ്, അതുപോലെ അന്ന് ആരംഭിച്ചതായ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ സ്കൂൾസ് കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി അത്ഭുതകരമായ പരിവർത്തനം സമാജ ജീവിതത്തിൽ വരുത്തി. വളരെ കൂടുതൽ നാഷണൽ സ്പിരിറ്റ് ആ സമൂഹത്തിനകത്ത് ഉണ്ടാക്കുന്നതിന് പിൽക്കാലത്ത് വനവാസി കല്യാണാശ്രമം, ട്രൈബൽ കമ്മ്യൂണിറ്റികൾക്കിടയിൽ നടത്തിയ പ്രവർത്തനം, ഇപ്പോഴും കുറേയൊക്കെ സീമാ ജാഗരൺ മഞ്ചിൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അരുണാചൽ പ്രദേശിലെ അവിടെ ഈ എൻട്രി ചെയ്യാനൊക്കെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സുരക്ഷ അത്ര അപകടത്തിലല്ല. പക്ഷേ നാഗാലാൻഡ്, മിസോറാം എന്ന് പറയുന്ന പ്രദേശങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ക്രിസ്ത്യൻ മിഷണറിമാർ വന്ന് നമ്മളെ ട്രൈബൽ കമ്മ്യൂണിറ്റികളെ മുഴുവൻ മതം മാറ്റിയതുകൊണ്ട് അവരിന്നും അകന്ന് തന്നെ നിൽക്കുക. നാഗാലാൻഡിൽ നമ്മൾ പോയാൽ, ഞാൻ നാഗാലാൻഡിൽ മീറ്റിങ്ങിന് പോയാൽ നമ്മൾ ചെറിയ കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദിയിൽ സംസാരിച്ചാൽ അവർക്കൊരു അപമാനം പോലെയാണ്. ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കും. അപ്പോൾ നമ്മളെ മീറ്റിങ്ങുകളൊക്കെ ഇംഗ്ലീഷിലാണ്. രത്നാകര ദൗതപദാം എന്ന് ഞാനിപ്പോൾ പാടിയ പ്രാർത്ഥന അവിടെ സംസ്കൃതത്തിൽ പാടിയാൽ അവർക്ക് നാക്കുളുക്കിപ്പോകും. അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിലൊരു പ്രാർത്ഥനയൊക്കെ അതേ ആശയത്തെ പ്രഖ്യാപിക്കുന്നത് രൂപപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്രൈസ്തവ മിഷണറിമാരുടെ പ്രവർത്തനം കൊണ്ട് സമ്പൂർണ്ണമായി ഭാരതീയ മൂല്യങ്ങളിൽ നിന്നും ജീവിതശൈലിയിൽ നിന്നും അകന്നുപോയി. എന്നാൽ വളരെ ശക്തമായ ഗ്രാമവ്യവസ്ഥയിൽ ജീവിക്കുന്നതായ ഈ നാഗാലാൻഡിലെ ജനങ്ങൾ. പക്ഷെ ആകെ പ്രശ്നം, ഇപ്പോൾ സീമാ ജാഗരൺ മഞ്ച് എന്നൊക്കെ പോയി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് പ്രവർത്തിച്ചാൽ എന്താ കിട്ടുക എന്ന്. അല്ല, ഇത് രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള സേവനമാണ്. അവർക്കത് മനസ്സിലാകുന്നില്ല. ഒന്നും കിട്ടാതെ തന്നെ എങ്ങനെയാണ് പ്രവർത്തിക്കുക നാടിന് വേണ്ടി? കാരണം കഴിഞ്ഞ കാലം അത്രയും വിദേശ ഫണ്ട് കുമിഞ്ഞുകൂടി പല NGOs ഉണ്ടാക്കി സുഖമായി സാമൂഹ്യ പ്രവർത്തനം നടത്തിയവരോട് നിങ്ങൾ നാടിന് വേണ്ടി ത്യാഗം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും നമ്മൾ വലിയ വിഷമത്തിലാണ്.
എന്നാലും ചുരുക്കം ചില ഭാരതീയ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നവർ, അവിടെ ഇപ്പോഴും BJPയുടെ ഗവൺമെന്റിന്റെ പങ്കാളിത്തമുണ്ട്, അതിലൊക്കെ ഉള്ളവരും, അല്ലെങ്കിൽ അനവധി ക്രിസ്ത്യാനികൾ തന്നെ, അവരുടെ മതത്തെ ഒന്നും നമ്മൾ യാതൊരു തരത്തിലും പരിക്കേൽപ്പിക്കാതെ, നമുക്ക് ആഗ്രഹമില്ല, ആവശ്യമില്ല, ആശയവുമില്ല, ഏത് മതമായാലും ഭാരതത്തോട് ഉള്ള സ്നേഹം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭാരതമാതാവിൻ്റെ പടം പരിചയപ്പെടുത്തിയും ഭാരത് മാതാ കി ജയ് വിളിച്ചും ജയ് ഹിന്ദ് പറഞ്ഞും ഒക്കെ തന്നെ ഒരല്പം ഈ ഭാരതീയത അവരുടെ ഇടയിലേക്ക് പ്രവേശിപ്പിക്കാൻ, പ്രത്യേകിച്ച് BJP ഗവൺമെൻറ് വന്നതിന് ശേഷമുള്ള നല്ല മാറ്റങ്ങൾ ആ പ്രദേശത്തുണ്ട്. പക്ഷേ ഇന്ന് വരെ ഒരു തരത്തിലും പരിവർത്തനം വന്നില്ല എന്ന് നമുക്ക് അനുഭവപ്പെടുന്നത് മിസോറാം പ്രദേശമാണ്. സമ്പൂർണമായി ക്രൈസ്തവ മിഷണറിമാരുടെ കയ്യിലാണ്. ഞാൻ ആ പ്രദേശത്ത് പോകുമ്പോൾ സാധാരണ ഞാൻ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഈ കുറി കുങ്കുമപ്പൊട്ടും ചന്ദനവും തൊടുന്ന ആളാണ്. കേരളത്തിലെ മുണ്ടും ഷർട്ടുമാണെങ്കിലും ഭാരതത്തിലെ മറ്റു സ്ഥലത്ത് പോകുമ്പോൾ പൈജാമയും ജുബയാണ് ഇടാറ്. പക്ഷെ ഞാൻ മിസോറാമിൽ പാൻറ്റും ഷർട്ടും ഇട്ടിട്ട് പോവുകയും ഈ കുറി മായ്ച്ചിട്ട് പോവുകയും, കാരണം പുറമേ നിന്ന് വരുന്നവരെ ഇവരെന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് ശ്രദ്ധിക്കത്തക്കവണ്ണമുള്ള ക്രൈസ്തവ മിഷണറിമാരുടെ വളരെ കരുത്തുറ്റതായ ഒരു ശൃംഖല അവിടെയുണ്ട്. BMS വിദ്യാർത്ഥി പരിഷത്ത് മുതലായ ചില സംഘടനകൾ അവിടെ പതുക്കെ കാലൂന്നിട്ടുണ്ട്. പക്ഷെ രാഷ്ട്രത്തിൽ നിന്ന് അവരെത്ര അകന്നുപോയിരിക്കുന്നു എന്നുള്ളത് 2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒന്ന്, ഭോപ്പാലിൽ നിന്ന് പോയ ഒരു പ്രൊഫസർ മിസോറാം യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം നമ്മുടെ സംഘ ആശയമുള്ള ആളാണ്. അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം മിസോറാമിലെ കുട്ടികളെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ നമ്മുടെ 2-3 ഭാരതത്തിലെ സംസ്ഥാനങ്ങളിൽ പോയി പലതും കണ്ട് മടങ്ങി വന്നപ്പോൾ അവർ പറഞ്ഞു അത്രേ, ഇന്ത്യൻസ് ആർ വെരി ജനറസ്. മിസോറാമിലെ വിദ്യാർത്ഥികൾ പറയാണ്, ഇന്ത്യൻസ് ആർ വെരി ജനറസ്. അപ്പം മിസോറാം എന്നുള്ളത് ഭാരതത്തിൽ നിന്ന് അകലെയാണ് എന്നൊരു ബോധത്തിലാണ്. ഞാനവിടെ BSFന്റെ DIG ആയിട്ട് സംസാരിക്കുമ്പോൾ ഛത്തീസ്ഗഡുകാരനായ അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി അവിടെ ഭാര്യ വന്നപ്പോൾ മിസോ ഭംഗിയായ, നോർത്ത് ഈസ്റ്റിലെ മുഴുവൻ ഭംഗിയായ അവരുടെ വസ്ത്രനിർമ്മാണവും അവരുടെ കോസ്റ്റ്യൂംസും. ഒരു മിസോ വസ്ത്രം വിൽക്കുന്ന കടയിൽ പോയിട്ട് ഈ സ്ത്രീ മിസോ സ്വഭാവത്തിലുള്ള വസ്ത്രം ധരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അപ്പോൾ അവിടുത്തെ കടക്കാരിയായ പെൺകുട്ടി ഇവരുടെ ഫോൺ നമ്പർ വാങ്ങിയിട്ട് ആ ഫോട്ടോ അയച്ചു കൊടുത്തു. അതിനടിയിൽ ആ പെൺകുട്ടി എഴുതിയത് വൺ ഇന്ത്യൻ ലേഡി ഇൻ മിസോ ഡ്രസ് എന്നാണ്. ഈ പദങ്ങൾ വളരെ സ്വാഭാവികമായിരിക്കാം, പക്ഷേ ആ പദപ്രയോഗങ്ങളുടെ പിറകിലുള്ള അപകടകരമായ വിഭജന വാസന. നമ്മളുടെ തൃശ്ശൂർ പുങ്കുന്നം ഭാഗത്തെ ഒരു അയ്യരി സ്ത്രീ, അവരുടെ ഭർത്താവ് തമിഴ്നാടുകാരനാണ്, അവർ മിസോ യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നവർ, നമുക്ക് അവരുമായിട്ടൊക്കെയാണ് ഇപ്പം ബന്ധമുള്ളത്. അവരവിടെ സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ പേരിൽ ഗ്രാമങ്ങളിൽ സ്ത്രീകളെയൊക്കെ ചേർത്ത് പരിപാടികളൊക്കെ നടത്തി. ഓഗസ്റ്റ് 15-ന് അവർ ദേശീയ പതാക ഉയർത്താൻ വേണ്ടി അവിടെയുള്ള സ്ത്രീകളെയൊക്കെ ചട്ടം കെട്ടിയപ്പോൾ അവർ ചോദിക്കുവാണ്, പള്ളി വല്ലതും പറയോ? എന്നിട്ട് പള്ളിയുടെ മുമ്പ് തന്നെ ഒരു വലിയ മുളങ്കമ്പിൻ്റെ മുകളിൽ, ശരിക്കും ആ വീഡിയോ കണ്ടപ്പോൾ കരഞ്ഞുപോയി. ഈ സ്ത്രീകളെല്ലാം നിന്ന് ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഒരു പെൺകുട്ടി കയറി നിന്നിട്ട് സല്യൂട്ട് ദി ഫ്ലാഗ് എന്ന് പറഞ്ഞിട്ട് സല്യൂട്ട് ചെയ്തിട്ട് പിന്നെ നെഞ്ചത്ത് കൈവച്ചിട്ടാണ് അവർ ജനഗണമന പാടുന്നത്. അപ്പം വളരെ ചുരുക്കം ഇങ്ങനെ കടന്നു പോകാൻ പറ്റാത്ത ചില പ്രദേശങ്ങൾ ഒഴിച്ചാൽ ഭാരതത്തിലെ അതിർത്തി പ്രദേശങ്ങളിലെല്ലാം 0 പോയിന്റിൽ നിന്നൊരു 10 കിലോമീറ്ററിനുള്ളിലുള്ള ഗ്രാമങ്ങളിൽ ജനങ്ങളെ ദേശഭക്തിയുടെ പേരിൽ യോജിപ്പിക്കാൻ സീമാ ജാഗരൺ മഞ്ച് വിവിധ വേദികളിലൂടെ പ്രവർത്തിക്കും. അപ്പം മുഖ്യമായി ഈ അതിർത്തികളിലെ പ്രശ്നങ്ങൾ പറഞ്ഞാൽ, നമ്മളുടെ ഹിമാചൽ, ഉത്തരാഖണ്ഡ് മുതലായിട്ടുള്ള സംസ്ഥാനങ്ങൾ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ യാതൊരുവിധ ഡെവലപ്മെൻറ്റ്സും ഉണ്ടായിട്ടില്ല. റോഡില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല. ഈ ഇല്ല 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 എന്ന് പറയുന്നതിൻ്റെ ഒരു മാലയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ജനങ്ങൾ വിട്ട് താഴത്തേക്ക് വല്ല ഹോട്ടൽ ജോലിയോ ഡ്രൈവറായിട്ടോ ഓഫീസ് സ്റ്റാഫായിട്ടോ ഒക്കെ പോവാണ്. വലിയ വിദ്യാഭ്യാസവും ഇല്ല. ഡൽഹിയിലെ എല്ലാ ധനികരുടെ വീട്ടിലെയും കുശിനിക്കാർ ഈ ഉത്തരാഖണ്ഡുകാരാണ്. കാണുമ്പോൾ ഒക്കെ വെളുത്ത് നല്ല സുന്ദരന്മാർ. അപ്പോൾ നമ്മൾ പലതവണയായി സർക്കാരിനോട് അവിടെയുള്ള മിലിറ്ററിയുടെ പരിശീലനം ആവശ്യമില്ലാത്ത പല പ്രവൃത്തികളിലും തദ്ദേശീയരായ ജനങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അഭിപ്രായങ്ങൾ പറയും. പലപ്പോഴും അത് തലകുലിക്കുകയും, പക്ഷേ പ്രായോഗികമായി അതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും ഈ പലായനം എന്നുള്ള ഒരു വലിയ പ്രതിസന്ധി ആ പ്രദേശത്തുണ്ട്.
ഏറ്റവും കൂടുതൽ ഇന്ന് അപകടകരമായ നുഴഞ്ഞുകയറ്റം നടക്കുന്നത്, നിർബാധം നടക്കുന്നത് ബംഗ്ലാദേശിനോട് ചേർന്ന ബംഗാൾ പ്രദേശത്താണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ രാഷ്ട്രദ്രോഹത്തിൻ്റെ മുഴുവൻ അപ്പോസ്തലായിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഇന്ന് ബംഗാൾ ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് BSFന്റെ ചൗക്കികൾ വർദ്ധിപ്പിക്കാൻ പോലും അവർ സമ്മതിക്കുന്നില്ല. ഈ ചിദംബരം കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഇന്ന് ഉള്ള BOPകൾ അതിൻ്റെ ദൂരം കുറച്ച് കൂടുതൽ BOP ചൗക്കീസ് വേണം എന്നുള്ള നിർദ്ദേശങ്ങളെ ബംഗാളിൽ നടപ്പിലാക്കാൻ പലപ്പോഴും അവർ തടസ്സങ്ങൾ പല കാരണങ്ങൾ കൊണ്ട് ജനങ്ങളെ പ്രശ്നം ഉണ്ടാക്കിച്ചിട്ട് ചെയ്യുന്നു. എന്ന് മാത്രമല്ല 3-4 ജില്ലകളിൽ ഹിന്ദുക്കൾക്ക് ഭയത്തോടു കൂടിയല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല. രാമനവമിയോ ദുർഗാപൂജയോ ഒന്നും നടത്താൻ സാധിക്കാത്ത വണ്ണം അത്ര അപകടകരമായ ചിത്രമാണ് മുർഷിദാബാദ്, ഈ 24 പർഗാന, അതുപോലെ തന്നെയുള്ള 3-4 ജില്ലകളിലുള്ള. അവിടെയെല്ലാം നമ്മുടെ ചെറിയ പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നു. പോസ്റ്റ് ഇലക്ഷൻ വയലൻസ് നടന്നപ്പോൾ ഒരേപോലെ പ്ലാൻഡായി എല്ലാവരുടെയും ആധാർ കാർഡ്, ഈ തൊഴിൽ ചെയ്യാൻ പോകുന്നവരുടെ അവരുടെ ഐഡന്റിറ്റി കാർഡ് ഇതെല്ലാം വാങ്ങി കത്തിച്ചു കളയുക, സ്ത്രീകളെ ഭയപ്പെടുന്ന തരത്തിൽ അപമാനിക്കുക. അപ്പോൾ പിന്നെ അവിടെ വിട്ടു പോകേണ്ടി വരും. ഈ ഒരു പ്രതിസന്ധി ബംഗാളിൽ നമ്മൾ നേരിടുന്നു. ബംഗ്ലാദേശിന്റെ അതിർത്തിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡെവലപ്മെന്റ് ഇല്ലാതെ കടന്നത് ഇപ്പോഴും ഈ നേപ്പാൾ ഭൂട്ടാൻ അതിർത്തിയിൽ നമ്മൾ പോയാൽ ഭൂട്ടാൻ അതിർത്തിയിലെ വലിയൊരു പ്രശ്നം ഈ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്ന പ്രശ്നം. തൊട്ട് മുഴുവൻ വനമാണ്. ഇപ്പം ഇപ്പുറത്ത് കൃഷി ചെയ്യുന്ന ആൾക്കാരെ മുഴുവൻ ആന വന്നിട്ട് അത് നശിപ്പിക്കുന്നു, അല്ലെ മറ്റ് മൃഗങ്ങൾ വന്ന് നശിപ്പിക്കുന്നു. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇലക്ട്രിഫൈഡ് ആയിട്ടുള്ള ഫെൻസിങ്ങോ അത്തരം കാര്യങ്ങളൊന്നും ചെയ്യുവാനുള്ള ശ്രദ്ധയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ അവിടെ പോയി ഇത്തരം ആവശ്യങ്ങൾ നമ്മൾ സംഘടിക്കണം, ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അവർ വളരെ പ്രക്ഷുബ്ധമായി ചോദിക്കുക, ഞങ്ങളെ ആരാ ശ്രദ്ധിക്കുന്നത്, ഞങ്ങളെ അപ്പോൾ ഫോണിൻ്റെ ഇല്ല ആ വെള്ളം ചൂടുവെള്ളം കിട്ടിയാൽ ഫോണിൻ്റെ ഈ റേഞ്ച് പോലും നമ്മളെ BSNLന്റെ റേഞ്ച് അവിടെ ഇല്ല. അപ്പോൾ ഭൂട്ടാനിലെ റേഞ്ചാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരും അവരുടെ സിമ്മൺ ഉപയോഗിച്ചിട്ടാണ് ഫോൺ ചെയ്യുന്നത്. ഇത്തരം അൺഡെവലപ്ഡ് ഇത്രയും കാലം നമ്മുടെ സർക്കാരുകൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ, സർക്കാരിൻ്റെ പല സ്കീമുകൾ ഉണ്ട്. ബോർഡർ ഏരിയ ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞ് 68 മുതൽ നമ്മുടെ നാട്ടിൽ ആരംഭിച്ചിട്ടുള്ളത്. അതത് പ്രദേശത്തെ MPമാരും കളക്ടർമാരും ഒക്കെ ചേർന്നിട്ടാണ് അതെങ്ങനെ വിനിയോഗിക്കണം തീരുമാനിക്കുന്നത്. വളരെ അശ്രദ്ധമായിട്ട് ആ അതിർത്തിയിലെ ജനങ്ങൾക്ക് ക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ചെയ്യാതെ അത്തരം ഫണ്ടുകൾ ഉപയോഗിക്കുന്നതിനെ തടയാൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ ഫണ്ടുകൾ ശരിക്കും ഉപയോഗിക്കുവാനുള്ളൊരു സമ്മർദ്ദ ശക്തിയായി സീമാ ജാഗരൺ മഞ്ചിൻ്റെ സംഘടനാ യൂണിറ്റുകൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ ഈ ഭൂട്ടാൻ നേപ്പാൾ അതിർത്തിയിൽ റോഡില്ല, സ്കൂളില്ല, ആശുപത്രിയില്ല, ഈ പറയുന്ന ദുരിതങ്ങൾ ഈ പറയുന്ന പ്രദേശങ്ങളിൽ വന്യമൃഗങ്ങളുടേതായ ശല്യങ്ങൾ തടുക്കാൻ സാധ്യതയാണ്. നേപ്പാൾ അതിർത്തിയിൽ നിന്ന് ഇങ്ങോട്ട് കടന്നു വരുന്നതായ മാരക വസ്തുക്കൾ ഇതെല്ലാം തന്നെ വളരെ അപകടകരമായി നമ്മളെ ജനജീവിതത്തെ അപകടപ്പെടുത്തുന്നു. അപ്പോൾ സീമാ ജാഗരൺ മഞ്ച് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, അപ്പം ഞാനിപ്പോൾ ഏകദേശം വർണ്ണിച്ചത് ഭാരതത്തിൻ്റെ കരയതിർത്തിയിലെ സംസ്ഥാനങ്ങളുടെ സ്ഥിതിയാണ്. രാജസ്ഥാൻ, ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രസ്ഥാനങ്ങളെല്ലാം വളരെ ശക്തമായതുകൊണ്ട് അഭിമാനകരമായ പല അധ്യായങ്ങളും ആ ഭാഗത്ത് നാദബേഡ് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത കാലത്ത് കുറച്ചായിട്ട് BSF വളരെ മനോഹരമായ ഒരു ഈ ജനങ്ങൾക്ക് കാണാവുന്ന ഈ BSFന്റെ ഒരു പ്രദർശന കേന്ദ്രം, പല യുദ്ധങ്ങളിലും ഉണ്ടായ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വെടിക്കോപ്പുകളും നമ്മുടെ ഉപകരണങ്ങളും യന്ത്രസാമഗ്രി ഇത് കാണുന്ന യുവാക്കൾക്ക് ഇത്തരം പാരാമിലിറ്ററി ഫോഴ്സിലോ മിലിറ്ററിയിലോ ഒക്കെ ചേരത്തക്കവണ്ണമുള്ള ഒരു താല്പര്യമുണ്ട്. നമ്മളെ ഈ അമൃതസറിനപ്പുറത്തുള്ള അതിർത്തി ഇതുണ്ടല്ലോ, നമ്മളെ വൈകുന്നേരം നടക്കുന്നതായ ഈ ഫ്ലാഗ് താഴ്ത്തുന്നത് ഉയർത്തുന്നതായിട്ടുള്ള വളരെ അഭിമാനം ഉണ്ടാക്കുന്നതായ പ്രവർത്തനം നമ്മളൊക്കെ പലരും പോയിട്ടുണ്ടാകും. ജവാന്മാരെ ആകാശം മുട്ടെ കാലൊക്കെ ഉയർത്തി നടന്ന് വാഗാ അതിർത്തി, അതെ, അട്ടാരി ബോർഡർ. അപ്പോൾ വാഗാ അതിർത്തിയിലൊക്കെ നടക്കുന്നതായ ഈ പറയുന്ന ഫ്ലാഗ് പോസ്റ്റ് ഒക്കെ ഇപ്പം BJP ഗവൺമെന്റ് വന്നതിന് ശേഷം ആ ഫ്ലാഗിൻ്റെ ഒക്കെ പോസ്റ്റുകൾ വളരെ ഉയരുകയും
വളരെ ഗംഭീരമായിട്ട് ആ സെറിമോണിയലായിട്ടുള്ള ആ പരിപാടി നടക്കുകയും ചെയ്യുന്നു. ജനങ്ങളിൽ ഒരു ദേശഭക്തിയുടേതായ ഒരു അന്തരീക്ഷം. അപ്പോൾ സീമാ ജാഗരൺ മഞ്ച് ഈ രാജസ്ഥാൻ, ഗുജറാത്ത് പ്രദേശങ്ങളിൽ, ഗുജറാത്തിലെ ഈ ഉപ്പളങ്ങൾ വരുന്ന അല്ലെങ്കിൽ ഈ കച്ച് പ്രദേശം വരുന്നതായ പ്രദേശത്തെ വളരെ ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ കൺവേർഷൻ നടക്കുന്നതിനെ തടയാൻ ചെറിയ ചെറിയ ഹനുമാൻ ക്ഷേത്രങ്ങൾ അത് പണിത് ജനങ്ങളെ യോജിപ്പിക്കുന്നതായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. കാലാഡുങ്കർ എന്ന് പറയുന്ന ഒരു ദത്താത്രേയ ക്ഷേത്രം നരേന്ദ്രമോദി അവിടെ മുഖ്യമന്ത്രിയായ കാലത്താണ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മലയുടെ മുകളിൽ ഉണ്ടായിരുന്നത് ഗംഭീരമായി പുനരുദ്ധരിച്ച് ഇപ്പോൾ അവിടെ വലിയ തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പം ഈ അതിർത്തികൾ ഇങ്ങനെ ഒരു ഉണങ്ങി ഒറ്റപ്പെട്ട് കിടന്നാൽ പോരാ, ജനങ്ങൾ അതിർത്തിയിലേക്ക് പോകണം എന്നുള്ള നിലയിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രവൃത്തി സീമാ ജാഗരൺ മഞ്ച് ചെയ്യാറുണ്ട്. അതുപോലെ ഇതിൽ ചെറുപ്പക്കാരാരെങ്കിലും മുൻപ് പോയിട്ടുണ്ടോ എന്നറിയില്ല. ഈ 2010 9 മറ്റോ ആണ് സർഹദ് തുജെ പ്രണാം എന്നൊരു പരിപാടി, സർഹദ് കോ പ്രണാം എന്നൊരു പരിപാടി ദേശവ്യാപകമായി നമ്മൾ നടത്തിയിരുന്നു. എന്നുവെച്ചാൽ ഭാരതത്തിൻ്റെ എല്ലാ ഭാഗത്തുമുള്ള യുവാക്കന്മാർ വ്യത്യസ്ത അതിർത്തികളിൽ പോയി. കേരളത്തിലുള്ളവർ രാജസ്ഥാനിൽ പോയിരുന്നു, പഞ്ചാബിൽ പോയിരുന്നു. എന്നിട്ട് ഒരു പ്രത്യേക സമയത്ത് ഈ അതിർത്തികളിൽ കൈപിടിച്ച് നിന്നിട്ട് ഒരു പ്രതിജ്ഞ എടുക്കുന്ന പരിപാടി നടത്തി. ഇതിൻ്റെ പേര് സർഹദ് കോ പ്രണാം എന്നതായിരുന്നു. ഇതുപോലെ ഓരോ സംസ്ഥാനത്തിലും ഈ അതിർത്തികളിൽ പോയി അതിർത്തി വന്ദന പരിപാടികൾ നമ്മൾ നടത്താറുണ്ട്. കരയതിർത്തി, കടലതിർത്തിയുടെ വിഷയം ഞാൻ അതിലേക്ക് കടക്കാം. ഇങ്ങനെ പല പല പ്രാദേശികമായ, ഇപ്പം ഗുജറാത്തിൽ BSFൽ നമ്മുടെ യുദ്ധത്തിനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്ന കുതിര, ഒരു പ്രത്യേക വർഗം, ആ ജനുസിൽപ്പെട്ട കുതിരകൾ ഇല്ലാതായി പോവാണ്. ഗ്രാമീണരതിനെ വളർത്തുന്നില്ല, കാരണം ഇന്ന് യുദ്ധത്തിനൊന്നും ആവശ്യമില്ല. അപ്പോൾ സീമാ ജാഗരൺ മഞ്ച് അശ്വമഹോത്സവ് എന്നൊരു പരിപാടി സർക്കാരും BSFുമായി ചേർന്നിട്ട് 4-5 വർഷം നടത്തിയിരുന്നു. ആ പരിപാടി എന്താണ്? ഈ കർഷകർ അല്ലെ ഈ ഗ്രാമീണർ അവരുടെ ഈ കുതിരയുമായി വരും, BSFിൻ്റെ കുതിരയുമായിട്ട് ഓട്ട മത്സരം, കുതിര പന്തയം, അശ്വമഹോത്സവം എന്നാണ് അതിൻ്റെ പേര്. ധാരാളം ജനങ്ങൾ വന്നിട്ട് ആ പരിപാടി, യുവാക്കൾക്ക് വേണ്ടി കബഡി മത്സരം, അതുപോലെ തന്നെ ഇപ്പം നോർത്ത് ഈസ്റ്റിൽ പ്രത്യേകിച്ച് ആസാമിൽ അതിർത്തി ജില്ലകളിലെ മുഴുവൻ യുവാക്കൾക്ക് വേണ്ടി, യുവതി യുവാക്കൾക്ക് വേണ്ടി ക്രീഡാ മഹോത്സവ് എന്നൊരു പരിപാടി, സീമാന്ത ക്രീഡാ മഹോത്സവ്. 5000-6000 പേര് വ്യത്യസ്ത ജില്ലകളിൽ പങ്കെടുക്കുകയും 600ഓളം പേര് സംസ്ഥാന തലത്തിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇപ്പോൾ പ്രതിവർഷം നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ അതിർത്തിയിലെ ജനങ്ങളെ നാടുമായി ചേർത്ത് നിർത്തി അവരവിടുന്ന് പലായനം ചെയ്യാതിരിക്കാനും ദേശദ്രോഹ പ്രവർത്തനം നടത്താൻ വേണ്ടി അവരെ ഉപയോഗപ്പെടുത്താതിരിക്കാനും അവർക്ക് ദേശഭക്തിയുടെ അന്തരീക്ഷം ഉണ്ടാകാൻ വേണ്ടി ഓഗസ്റ്റ് 15 എല്ലാ BOPകളിലും പോയി രാഖി ബന്ധിക്കുന്ന പരിപാടി സീമാ ജാഗരൺ മഞ്ചിൻ്റെ ഏറ്റവും വലിയ പരിപാടി. 1,14,000 പേരാണ് ഇപ്രാവശ്യം ഈ രക്ഷാബന്ധൻ പരിപാടിയിൽ ഈ അതിർത്തിയിൽ പോയിട്ട് പട്ടാളക്കാരെ രാഖി കെട്ടി അതിൽ പങ്കെടുത്തവരൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ എന്താണ് അതിൻ്റെ ഉദ്ദേശം? പൊതുവെ ഗ്രാമങ്ങളിലെ ജനങ്ങൾക്ക് BSFകാരെ ഒരു സംശയമാണ്. പലപ്പോഴും സ്ത്രീകളെ കളിയാക്കി അല്ലെങ്കിൽ അപമര്യാദ പെരുമാറി ഇത്തരം ചില വിരോധത്തിന് കാരണമാകുന്ന ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ടതുണ്ട്. അപ്പം നമ്മൾ ഈ അതിർത്തി ഗ്രാമങ്ങളിലെ ജനങ്ങൾ ഓഗസ്റ്റ് 15 രക്ഷാബന്ധൻ ദിവസം രാഖിയുമായി മധുരപലഹാരങ്ങളൊക്കെ ആയിട്ട് ഈ എല്ലാ BOPയിലും പോയിട്ട് BSFകാരെ രാഖി കെട്ടുന്നത് അവർ വളരെ സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി അവരെ സ്വീകരിച്ച് മധുരപലഹാരം കൊടുത്തിട്ടുള്ള പരിപാടി. അപ്പോൾ ഈ ഗ്രാമീണരും BSFും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം വർഷം തോറും നടക്കുന്ന ഏറ്റവും വലിയ പരിപാടി. അത് ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ ദീപാവലിക്ക് വരെ തുടരാം. മറ്റൊന്ന് മോട്ടോർ സൈക്കിൾ റാലി, തിരങ്ക യാത്ര. പ്രധാന പട്ടണങ്ങളിൽ, ചില ഗ്രാമങ്ങളിൽ സൈക്കിളിൽ ഒക്കെ തന്നെ ഓഗസ്റ്റ് 15 തിരങ്ക യാത്ര. അതിനെ കുറച്ചുകൂടി ആവശ്യത്തിനനുസരിച്ച് മോഡിഫൈ ചെയ്തിട്ട് പഞ്ചാബിൽ ഭഗത് സിംഗിൻ്റെ വേഷം വെച്ചിട്ട് പകിടിയൊക്കെ കെട്ടിയിട്ട് മോട്ടോർ സൈക്കിളിൽ യുവാക്കളുടെ യാത്ര. അതുപോലെ അവർക്ക് സ്ത്രീകളെ പൂജിക്കുന്ന ഒരു പ്രത്യേക ദിവസമുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ ആ സ്ത്രീകളെ പൂജിക്കുന്നതായ പ്രത്യേക പരിപാടി എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ ദേശഭക്തിയും സമാജബോധവും സാംസ്കാരിക മൂല്യങ്ങളും പിടിച്ചു നിർത്താനുള്ള വിവിധ പരിപാടികൾ. കുറച്ചൊക്കെ ധർമ്മചാരണ പ്രവർത്തനങ്ങളും കുറച്ചൊക്കെ സേവനമുണ്ട്.
ഞാൻ ഒരു തവണ ആസാമിലെ ഗുവാഹട്ടിയിലെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ കൂടെ മ്യാൻമാർ അതിർത്തിയിലെ ഒരു കുഗ്രാമത്തിൽ പോയി. ഈ ജനങ്ങളുടെ നമ്മൾ എല്ലും തോലും എന്നൊക്കെ സാധാരണ സാഹിത്യത്തിൽ പറയാറുണ്ടെങ്കിലും അത്തരം ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ദുർബലരായിട്ടുള്ള സഹോദരന്മാരും സഹോദരിമാരും, യാതൊരു പോഷകാഹാരവും ഇല്ലാതെ കുട്ടികളെ പ്രസവിച്ചിട്ടുള്ള അമ്മമാര്, അവരുടെ ശോച്യാവസ്ഥ, കുട്ടികളുടെ ശോച്യാവസ്ഥ, ഇതൊക്കെ നമുക്ക് ഇന്നും അതിർത്തിയിലെ പരമാർത്ഥങ്ങളാണ്. അവരോട് പോയിട്ട് നിങ്ങളെല്ലാം ദേശഭക്തരാകണം, നാടിനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമി നമ്മളോട് ചോദിച്ചിട്ടില്ലേ, വിശക്കുന്ന വയറിനോട് എന്ത് വേദാന്തമാണ്. അതുകൊണ്ട് കുറേയൊക്കെ സ്വാശ്രയ പ്രവർത്തനങ്ങൾ, സേവന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ തന്നെ സീമാജാഗരൺ മഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്നു. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഉദാഹരണത്തിന് ജമ്മു കാശ്മീരിൽ അതിർത്തിയോട് കിടക്കുന്ന 2-3 ജില്ലകളിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ റോക്കറ്റുകൾ അയക്കലും അല്ലെങ്കിൽ വെടിയുതിർക്കലും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ പൈസയുള്ളവർ ബങ്കറുകൾ ഉണ്ടാക്കും. ഇത്തരം ചില പ്രത്യേക ടെൻസ്ഡ് സിറ്റുവേഷൻ വന്നാൽ അവർ ആ ബങ്കറിൽ താമസിക്കും. അപ്പം നമ്മൾ വളരെ കാര്യമായിട്ട് ജനങ്ങളുടെ ആവശ്യം സർക്കാരിൻ്റെ മുമ്പിൽ വെച്ചു, കമ്മ്യൂണിറ്റി ബങ്കേഴ്സ്. തീർച്ചയായിട്ടും BJP ഗവൺമെൻറ് വളരെ സ്തുത്യർഹമായൊരു കാൽവെപ്പ് നടത്തി ആ അതിർത്തികളിലെ പല ജില്ലകളിലും കമ്മ്യൂണിറ്റി ബങ്കറുകൾ ഉണ്ടാക്കിയതുകൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇത്തരം വിപരീത പരിതസ്ഥിതികളിൽ വന്ന് താമസിക്കാനുള്ള ബങ്കറുകൾ, തൽക്കാലമുള്ള ഷെൽട്ടറുകൾ, ഇത് കണ്ണു തുറന്നിട്ടുള്ള നിലപാട് സർക്കാർ എടുത്തിട്ടുണ്ട്. വൈബ്രന്റ് വില്ലേജ് BJP ഗവൺമെൻറ് മറ്റൊരു നടപടി. ഒറ്റപ്പെട്ട് കിടക്കുന്നതായ അതിർത്തിയിലെ ഗ്രാമങ്ങളെ വൈബ്രന്റ് വില്ലേജസ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് അവിടെ പ്രത്യേകമായ ഡെവലപ്മെൻ്റൽ ആക്ടിവിറ്റീസ് പ്രാദേശികമായ ഗവൺമെൻറ് ഏജൻസികളെ ചേർത്തുകൊണ്ടൊക്കെ നടത്തുന്നത്, അതൊക്കെ വരുന്നതിന് സർക്കാരിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്താൻ നമ്മളുടെ പരിശ്രമം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതിർത്തിയില്ലെങ്കിലും സംസ്ഥാന കേന്ദ്രങ്ങളിൽ നമുക്ക് യൂണിറ്റുകളുണ്ട്. ദേശത്തിൻ്റെ കേന്ദ്രം എന്നുള്ള ഡൽഹിയിലും ചില പ്രവർത്തനങ്ങളുണ്ട് സർക്കാരുമായി ബന്ധപ്പെടാനും സംസാരിക്കാനും. ചുരുക്കം നമ്മുടെ ഗുപ്തചര ഏജൻസികൾ, നമ്മുടെ CID ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള ചെറിയ സംവിധാനവും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അവരും നമ്മളെ ആശ്രയിക്കാറുണ്ട്. കാരണം പ്രാദേശികമായ ജനങ്ങൾ, ദേശഭക്തിയുള്ളവർ, ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ഒരു മനുഷ്യശക്തി നമ്മളെ കയ്യിലുണ്ട് എന്നുള്ളത്. കടൽ അതിർത്തിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഒറീസ, ബംഗാൾ, ഉത്കൽ, ഈ പ്രദേശങ്ങളിൽ നമുക്ക് പച്ച പരമാർത്ഥം ഇവിടുത്തെ കടലോരത്തേത് അറിയാം. കേരളത്തിലെ കടലോരത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകൾ കുറേയധികം ക്രൈസ്തവ ഭൂരിപക്ഷമാണ് കടലോരം. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും മുസ്ലിം ഭൂരിപക്ഷം വലിയ നിലയിലുണ്ട്. മലപ്പുറം ജില്ലയിലെ 72 കിലോമീറ്റർ സമ്പൂർണ്ണമായി മുസ്ലിം സമൂഹമാണ്. 68-ൽ ഹിന്ദുക്കൾക്ക് നേരെ ഉണ്ടായ ഒരു അക്രമത്തിൻ്റെ വെളിച്ചത്തിൽ താനൂരിലും മറ്റും കുറച്ച് പ്രദേശങ്ങളുണ്ടായിരുന്ന മത്സ്യപ്രവർത്തകരായ ഹിന്ദുക്കൾ കോഴിക്കോട് ഭാഗത്തേക്ക് ഓടിപ്പോയി. ഇന്ന് മറാടിലൊക്കെ താമസിക്കുന്നവർ പലരും അങ്ങനെ പോയവരാണ്. പക്ഷെ 1-2 പോക്കറ്റുകൾ ഹരിജൻ സഹോദരന്മാർ ഈ കടലോരത്ത് മലപ്പുറം ജില്ലയിലെ 72 കിലോമീറ്ററിലുണ്ട്. അവരുമായി നമുക്ക് നല്ല ബന്ധമുണ്ട്. ബാക്കി കേരളത്തിലെ സംഘത്തിൻ്റെ പ്രവർത്തനവും ശങ്കരശാസ്ത്രി വന്നത് മുതൽ കോഴിക്കോട് കടപ്പുറത്ത് ആരംഭിച്ചതുകൊണ്ട് കോഴിക്കോട്, തൃശ്ശൂർ, കണ്ണൂർ, കാസർഗോഡ് മുതലായ ഹിന്ദു ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ കടലോര മേഖലയിൽ നമ്മുടെ മത്സ്യപ്രവർത്തക സംഘത്തിൻ്റെ പ്രവർത്തനം വളരെ സജീവമാണ്. പക്ഷേ ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ പിന്നോക്കം എന്ന് നമുക്ക് പറയാവുന്നത് ഒറീസയുടെ കടലോര മേഖല. ഒറീസയുടെ കടലോര മേഖല ആന്ധ്രയുമായി ചേർന്ന് കിടന്ന പ്രദേശങ്ങളിൽ വലിയൊരളവ് വരെ ആന്ധ്രയിൽ നിന്ന് പോയ ക്രൈസ്തവ മിഷണറിമാർ കടലോരത്തുള്ള ഹിന്ദുക്കളെ വലിയ നിലയിൽ മതം മാറ്റി. പൊതുവേ നമുക്കറിയാലോ, ഈ കടലോര സമൂഹത്തിന് ഭാരതത്തിന് മുഴുവൻ ഒരേ ജീനാണ്. ഒന്ന്, നാക്കുകൊണ്ട് സംസാരിക്കുന്നതിനെ കൂടുതൽ കൈകൊണ്ട് തുടങ്ങും. സംഘടിതമാണ് സമൂഹം, പക്ഷെ ധർമ്മബോധം വളരെ ശക്തമാണ്, ഈശ്വരവിശ്വാസം വളരെ ശക്തമാണ്. നമുക്ക് ഭാരതം മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ മത്സ്യക്കച്ചവടം ഒരു സ്റ്റാമ്പ് പേപ്പറും ഇല്ലാതെയാണ് നടക്കാറ്. അത്ര സത്യസന്ധരായിട്ടുള്ള ഒരു ജനസമൂഹത്തെ രാഷ്ട്രദ്രോഹത്തിന് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്ന പല കേന്ദ്രങ്ങളും പോർച്ചുഗീസ് കാലകാലത്തെ റിക്രൂട്ട് ചെയ്താണ് നമ്മുടെ കന്യാകുമാരി മുതൽ തൂത്തുക്കുടി വരെയുള്ള മുഴുവൻ ക്രൈസ്തവ മേഖലയിൽ. ഈ ആണവ കേന്ദ്രത്തിനെതിരെ ഇതൊക്കെ വിദേശ പണം വാങ്ങി സമരം ചെയ്ത ചരിത്രം നമുക്കറിയാം. തൂത്തുക്കുടിയിൽ
നമ്മുടെ നാട്ടിലും നല്ല കുപ്പായൊക്കെ ഇട്ട് വെള്ളക്കുപ്പായിട്ട് നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഇവിടുത്തെ പോർട്ട് തിരുവനന്തപുരത്തെ വിഴിഞ്ഞം പോർട്ടിൻ്റെ പ്രവർത്തനം തടയുന്നതിന് 5-8 മാസം ക്രൈസ്തവ പാതിരിമാർ നടത്തിയ പരിശ്രമങ്ങൾ സത്യത്തിൽ ദേശത്തിൻ്റെ പുരോഗതിയെ തടുക്കാനുള്ള വിദേശ ശക്തികളുടെ നിയന്ത്രണം തന്നെയായിരുന്നു, യാതൊരു സംശയവും. അത്തരം രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾ കടലോര മേഖലയിൽ നിർബാധം മുസ്ലിം വിഭാഗങ്ങളുടെ ആയുധക്കടത്തും നോട്ടുകടത്തും ഒക്കെ തന്നെ നടക്കുന്ന പല കേന്ദ്രങ്ങളുണ്ട്. നമുക്ക് ബോംബെയിലെ ബ്ലാസ്റ്റിൻ്റെ തൊട്ടു മുമ്പ് ആ ഒരു ജില്ലയിലൂടെയാണ് ആ സാധനങ്ങളെല്ലാം കടത്തിക്കൊണ്ടുപോയത്. സാധാരണ മത്സ്യപ്രവർത്തകർ തലയിൽ വെച്ചിട്ട് ഇതെന്താണെന്ന് അറിയാതെ കൊണ്ടുപോയതാണ് എന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ കടലോര മേഖലയിൽ അവരുടെ ഉള്ളിൽ സ്വതസിദ്ധമായുള്ള ആ സാമൂഹ്യ ബോധത്തെയും ധർമ്മബോധത്തെയും ഈശ്വരഭക്തിയെയും ഉപയോഗപ്പെടുത്തി ആ സമൂഹത്തെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനം ഭാരതവ്യാപകമായി നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു തൊഴിൽ മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾ എന്നുള്ള നിലയിലുള്ള മത്സ്യപ്രവർത്തകർ എന്നുള്ള നിലയിൽ അവരെ ദേശവ്യാപകമായി ഏകോപിപ്പിക്കാനും സംഘടിപ്പിക്കുന്നതിനും നമ്മൾ വിജയിച്ചിട്ടില്ല. അതിൽ ക്രൈസ്തവ മിഷണറിമാരെ നമ്മൾ 2 കൈയും കൂപ്പി തൊഴണം. വളരെ സംഘടിതമായി, വളരെ ശാസ്ത്രീയമായി, വളരെ ഓർഗനൈസ്ഡായിട്ട് അവർ സർക്കാരിൻ്റെ എല്ലാ സ്കീമുകളും ചോദിച്ചു വാങ്ങാനുള്ള ഒരു മെത്തേഡും അതുപോലെ തന്നെ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അവർക്കുണ്ട്. സത്യത്തിൽ നമ്മൾ ആ രംഗത്ത് വിജയിച്ചിട്ടില്ല. ചുരുക്കം അവിടെ ഇവിടെ എന്തെങ്കിലും ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മത്സ്യപ്രവർത്തക സംഘം ഇവിടെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ 6 സൊസൈറ്റികൾ യുദ്ധം ചെയ്ത് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ജനക്ഷേമങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഒഴിച്ചാൽ ഗുജറാത്തിൽ പൊതുവെ ഹൈന്ദവ മേധാവിത്വമാണ്. വളരെ കുറച്ചേ ഉള്ളൂ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശം. അവരുടെ കമ്മ്യൂണിറ്റിയും വളരെ ശക്തമായൊരു കമ്മ്യൂണിറ്റിയാണ്. ഭാരതം മുഴുവൻ മത്സ്യപ്രവർത്തക സമൂഹം വളരെ സംഘടിതമായൊരു സമാജം. നമുക്ക് അഭിമാനം തോന്നും. എന്ന് മാത്രമല്ല, ഭാരതത്തിലെ എല്ലാ ദിക്കിലും നമ്മുടെ നാട്ടിൽ മരക്കാന്മാർ എന്ന് പറയല്ലോ, അവരെ പേടിയാണ് ബാക്കി എല്ലാ കമ്മ്യൂണിറ്റിക്കും, മുസ്ലിങ്ങൾക്കും. അവർ കൂട്ടമായി വരും. ഇത് ഭാരതം മുഴുവൻ ഒരൊറ്റ ജീനാണ്. പക്ഷേ നമുക്ക് കോർത്തെടുത്ത് ഒരുമിച്ച് നിർത്താൻ കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇന്ന് വിവേകാനന്ദ പ്രതിമ കന്യാകുമാരിയിൽ തലയുയർത്തി നിൽക്കുന്നതും ആ ശ്രീപാദശിലയിലെ നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മോണിമെൻറ്റും അതവിടെ ഉയർന്നു വരുന്നതിന് കാരണക്കാരായത് കൊയിലാണ്ടിയിലെയും കോഴിക്കോടെയും കടപ്പുറത്തെ വിവേകാനന്ദ സാഹിത്യ സർവസ്വത്തിൻ്റെ ഒരു പേജ് പോലും വായിക്കാൻ അറിയാത്ത നമ്മുടെ മത്സ്യപ്രവർത്തക സഹോദരന്മാരുടെ ധീരമായ യുദ്ധമാണ്. അവരിൽ ആ രാഷ്ട്രഭക്തി ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. അവരാണതാണ് അടിത്തറയിട്ടത്. അതുകൊണ്ട് ആ സമൂഹത്തെ സ്പർശിച്ചും ആലിംഗനം ചെയ്തും സംഘടിപ്പിച്ച് ഭാരതവ്യാപകമായി നമ്മൾ നാടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ ഒരു പരിധിവരെ കടലോര മേഖലയിലെ ജനങ്ങളെ ഏകീകരിക്കാൻ കഴിഞ്ഞു. ആന്ധ്രയിലും മറ്റും മത്സ്യപ്രവർത്തക സമൂഹത്തിൽ മറ്റ് കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങളും മറ്റ് രാഷ്ട്രീയ വിഭാഗങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമുക്ക് വളരെ യുദ്ധം ചെയ്ത് തന്നെ പോകണം മുന്നോട്ട്. പക്ഷെ മറ്റു പല സ്ഥലങ്ങളിലും വാതായനങ്ങൾ തുറന്നു കിടക്കുന്നത് കൊണ്ട് ദേശവ്യാപകമായി കടലോര മേഖലയിലും നമുക്ക് വിവിധ പേരുകളിലാണെങ്കിലും ഒരു ദേശവ്യാപകമായ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം ചെയ്യാറുള്ളത് സമുദ്രപൂജ എന്നതാണ്. ഭാരതം മുഴുവൻ എന്ന് പറഞ്ഞാൽ കടലോര മേഖലയിൽ ഇന്ന് ഈ അതിന് പറയുക, ഹോം സ്റ്റേ, അതുപോലെ റിസോർട്ടുകൾ അങ്ങനെ വന്നിട്ട് കടലോര മേഖലയിലെ ജനങ്ങൾ സ്ഥലങ്ങൾ വിറ്റ് അകലെ പോകുന്നു. അവിടെ മുഴുവൻ കുടിച്ചു കൂത്താടുന്നവരുടെ കേന്ദ്രമാണ്. ആഭാസത്തരവും അതുപോലെ തന്നെ സംസ്കാര വിരുദ്ധ പ്രവർത്തനങ്ങളും അത് വർദ്ധിക്കുന്നു. അതുകൊണ്ട് കടലോരത്തെ ജനങ്ങൾ കടലോരത്ത് നിന്ന് മാറിപ്പോകരുത്. 100% പണ്ട് മീൻ പിടിക്കാൻ പോയവർ ഇന്ന് 30-70% ആകുന്നു. കാരണം അവരെല്ലാം മറ്റു തൊഴിലുകൾക്ക്. പക്ഷേ പാരമ്പര്യം ഉപേക്ഷിച്ച് പോകരുത് എന്നുള്ളത് കൊണ്ട് കടലിനോടൊരു ബന്ധം നിലനിർത്താനുള്ള സമുദ്രപൂജ അത് ദേശവ്യാപകമായി നമ്മൾ സംഘടിപ്പിക്കുന്നു. ആന്ധ്രയിൽ മത്സ്യാവതാര ജയന്തി എന്ന് പറഞ്ഞ് ജ്യേഷ്ഠമാസ ശുക്ലപക്ഷ ത്രയോദശി ഒരു വലിയ പരിപാടിയായി നമ്മൾ ആന്ധ്രയിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. മത്സ്യാവതാര ക്ഷേത്രങ്ങളും നമ്മൾ ആന്ധ്രയിൽ നമ്മൾ തന്നെ സ്ഥാപിച്ചു. കൃഷ്ണദേവരായർ പുനരുദ്ധരിച്ച അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിൽ നാമകരണം ചെയ്ത ഒരു വലിയ മത്സ്യാവതാര ക്ഷേത്രമുള്ള ഒരു പട്ടണമുണ്ട്. അതുപോലെ നമ്മൾ ആന്ധ്രയിലെ കടലോരത്ത് പക്ഷേ മതപരിവർത്തനം, ക്രിസ്ത്യാനികളുടെ പ്രവർത്തനങ്ങൾ വളരെ ആഴത്തിൽ അടിയിൽ കൂടെ നടക്കുന്നുണ്ടെന്നുള്ള വളരെ പ്രതിസന്ധിയുണ്ട് ആന്ധ്രയിൽ. ഞാൻ നേരത്തെ പറഞ്ഞു, അവരാണ് പോയിട്ട് ഒറീസയിലൊക്കെ തന്നെ മാറ്റുന്നത്. ഏതായാലും ഞാൻ നേരത്തെ ആരംഭത്തിൽ പറഞ്ഞതുപോലെ രാഷ്ട്രബോധത്തോടുകൂടി സാമൂഹ്യ ബോധത്തോടുകൂടി
ഓരോ വിഷയങ്ങളെയും നോക്കിക്കണ്ട് സംഘടനകൾ ഉണ്ടാക്കാനുള്ള ബദ്ധശ്രദ്ധരായിട്ടുള്ള സ്വയംസേവകന്മാർ ഭാരതത്തിൻ്റെ അതിർത്തികളിൽ നടത്തുന്നതായ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ കൊണ്ട് അനവധി രാഷ്ട്രദ്രോഹ പ്രവർത്തനങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിലും അതിനെയെല്ലാം തടയിടാൻ വേണ്ടി ഉള്ള ഒരു മനുഷ്യശക്തി നമ്മുടെ കയ്യിലുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഗവൺമെൻറ്റും ആ നിലയിൽ വളരെ നല്ലതുപോലെ സഹകരിക്കുന്നത് കൊണ്ട് അത്തരം സഹകരണമുള്ള സംസ്ഥാനങ്ങളിലെല്ലാം വളരെ നല്ല ഒരു രാഷ്ട്ര സുരക്ഷയുടേതായ ഘടകങ്ങൾ നമുക്ക് രൂപീകരിക്കാൻ കഴിയും. സത്യത്തിൽ ബംഗാളിനെ പറ്റി വളരെ വ്യാകുലരാകേണ്ടിയിരിക്കുന്നു നമ്മൾ. ബംഗാളിൻ്റെ സംസ്കൃതിയും ബംഗാളിൻ്റെ വിശേഷതകളും എല്ലാം നഷ്ടപ്പെട്ട് രാഷ്ട്രദ്രോഹ പ്രവർത്തനത്തിൻ്റെ ഒരു പരീക്ഷണശാലയായി മാറിയിരിക്കുന്ന പരിസ്ഥിതി നമ്മുടെ കൈത്തിരി കെടാതെ അത്തരം ജില്ലകളിൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് രാമകൃഷ്ണദേവൻ്റെയും വിവേകാനന്ദൻ്റെയും തപസ് ഈ രാഷ്ട്രത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെ ഭാരതവ്യാപകമായി നടക്കുന്ന ദേശഭക്തി നിർഭരമായ ഒരു പ്രവർത്തനം ആണ് സീമാ ജാഗരൺ മഞ്ച്. പലപ്പോഴും ആരംഭത്തിൽ ഇപ്പോൾ 10-13 കൊല്ലമായിട്ട് കേരളത്തിൽ എന്നെ ഇങ്ങനെ സീമാ ജാഗരൺ മഞ്ച് എന്ന് കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ തമാശക്ക് ആദ്യം ചോദിക്കാറുണ്ട്, ഇത് അങ്ങാടി മരുന്നോ പച്ച മരുന്നോ എന്നറിയാത്തതായിരുന്നു ഈ സാധനം. ബാക്കി സ്വദേശി ജാഗരൺ മഞ്ച് ഇത്യാദികളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഇന്ന് എന്താണ് സീമാ ജാഗരൺ മഞ്ച്, രാഷ്ട്രവ്യാപകമായി അതിൻ്റെ പ്രവർത്തനം എന്താണ് എന്ന് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ മുന്നിൽ വിവരിച്ചത്. എല്ലാവർക്കും നമസ്കാരം. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ അതിനുള്ള സമയവും കൂടി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.